الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين سيدنا محمد خاتم النبيين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, അല്ലാഹു നമുക്കെല്ലാവർക്കും ഖൈറുകൾ വർദ്ധിപ്പിച്ചു നൽകട്ടെ. അല്ലാഹു തആല നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും നമ്മോട് ബന്ധപ്പെട്ടതിനും പരിപൂർണമായ സുരക്ഷയും കാവലും അല്ലാഹു തആല നൽകട്ടെ. ജീവിതത്തിലും മരണത്തിലും മരണാനന്തര അവസ്ഥകളിലുമെല്ലാം തീർത്തും വ്യത്യസ്തനായ സവിശേഷതകളേറെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ. അവിടുത്തെ ജനാസ കുളിപ്പിച്ച സമയത്തുണ്ടായിട്ടുള്ള ചെറിയൊരു വ്യത്യസ്ത രീതിയെക്കുറിച്ച് ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി. അവിടുത്തെ ജനാസക്ക് മേലിലുള്ള നിസ്കാരം, ആ നിസ്കാരവും സാധാരണ പോലെ തിരുനബി തങ്ങൾ മറ്റുള്ളവർക്ക് നിസ്കരിച്ചതുപോലെ ഇന്നിപ്പോൾ നമ്മുടെ നടന്നു വരുന്ന മയ്യത്ത് നിസ്കാരത്തിന്റെ രൂപം, ആ രൂപത്തിൽ നിന്ന് ചെറിയൊരു വ്യത്യാസത്തിൽ ആണ് നിസ്കാരം നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു ഇമാമ് മുന്നിൽ നിൽക്കുക, ആണാണ് മയ്യത്തെങ്കിൽ മയ്യത്തിന്റെ തലയുടെ നേരെ ഇമാമ് നിൽക്കുക, ബാക്കിയുള്ള മഅ്മൂമിങ്ങളൊക്കെ പുറകിൽ സഫായി നിൽക്കുക, പരമാവധി 3-ൽ കുറയാത്ത സഫായി നിൽക്കുക. 3 സഫ് മയ്യത്ത് നിസ്കാരത്തിന് ഉണ്ടാവലും നല്ലതാണ്. ആള് കുറവാണെങ്കിലും ഉള്ളവരെ വെച്ചിട്ട് 3 സഫാവുക എന്നുള്ളതാണ്. അതായത് ഫർള് ജമാഅത്ത് നിസ്കാരത്തിന് സഫ് 1 പൂർത്തിയായിട്ട് അടുത്തതിലേക്ക് കൈയ്യട്ടാവും. മയ്യത്ത് നിസ്കാരത്തിന് അതില്ല, 1 പൂർത്തിയാകാതെ തന്നെ ബാക്കിലേക്ക് കൈയ്യട്ടാം. മാത്രമല്ല മയ്യത്ത് നിസ്കാരത്തിന് സഫിന്റെ എണ്ണം 3-ൽ കുറയാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുകൂടിയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ അത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് റെഡിയായി വെച്ചു. ആ തിരുനബിയെ ഖബറൊരുക്കുന്നത് അവിടെ തന്നെയാണ്. അള്ളാഹുവിന്റെ ദൂതർ കടന്നിരുന്ന ആ സ്ഥലത്ത് തന്നെയാണ്. കാരണം വഫാത്ത് ഉറപ്പിച്ചപ്പോ അഭിപ്രായത്തില് വ്യത്യാസം ഉണ്ടായി. എവിടെയാ നമ്മൾ മറവ് ചെയ്യണത്? അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട് തിരുനബി മുമ്പൊരിക്കൽ പറഞ്ഞതായിട്ട്, ഏതൊരു പ്രവാചകനും മറയടക്കപ്പെടുന്നത് അവർ ജീവിച്ചു വസിച്ചു വന്ന ആ സ്ഥലത്ത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നബി താമസിച്ച വീട് ഏതാണ്, ആ വീട്ടിൽ തന്നെയാണ് നബിയെ മറമാടേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അതിലങ്ങോട്ട് യോജിച്ചു, ഒത്തു, ഏകാഭിപ്രായക്കാരായി. അങ്ങനെ അല്ലാഹുവിന്റെ ദൂതർ അസുഖം ബാധിച്ച് കിടന്നിരുന്ന ആ കട്ടിലുണ്ട്, ആ കട്ടിലങ്ങോട്ട് എടുത്ത് മാറ്റി അവിടെ തന്നെ ഖബർ ഒഴിച്ചിരിക്കുകയാണ്. ആ ഖബറിനരികിലേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ കുളിപ്പിച്ച് കഫൻ ചെയ്ത് റെഡിയായി കട്ടിലിൽ കൊണ്ടുപോയി കിടത്തി അവിടെ അങ്ങനെ വെച്ചു. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു സഈദ് തങ്ങളെ അലിയാരത്തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മ വുളിഅ അലാ സരീരിഹി, അല്ലാഹുവിന്റെ തിരുദൂതരുടെ ജനാസ കട്ടിലിൽ വെച്ചപ്പോ ഖാല അലിയുൻ, ലിയാർ തങ്ങൾ പറഞ്ഞു, ലാ യഖൂമു അലൈഹി അഹദുൻ, ഒരാളും ഇമാമായിട്ട് നിന്നിട്ട് നിസ്കരിക്കണ്ട, ആരും അങ്ങനെ നിസ്കരിക്കണ്ട. ഹുവ ഇമാമുക്കും, നമ്മുടെ നബിയാണ് പിന്നെ നമ്മുടെ ഇമാം, ജീവിച്ചിരിക്കുമ്പോഴും അങ്ങനെ തന്നെ, ഒമൈത്തൻ മയ്യത്താവുമ്പോഴും അങ്ങനെ തന്നെ, രണ്ടാണെങ്കിലും നബിയാണ് നമ്മുടെ ഇമാം. അപ്പൊ ഇമാം ഇരിക്കുന്ന പിന്നെ വേറൊരാൾ ഇമാം ആകണ്ട. അതുകൊണ്ട് ഇമാമും ജമാഅത്തുമായിട്ടുള്ള നിസ്കാരം വേണ്ട. അങ്ങനെ അങ്ങനെ ജനങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് കടന്നു വരിക, വരി വരിയായി നിന്നിട്ട് നിസ്കരിക്കുക. അങ്ങനെയായിരുന്നു നിസ്കാരം. വരി വരിയായിട്ട് നിന്നിട്ട് ഓരോരുത്തരും സ്വന്തം അല്ലാഹു അക്ബർ തക്ബീർ കെട്ടി നിസ്കരിക്കുന്ന, ഇമാമായിട്ട് നിസ്കരിക്കുന്ന രീതി ഉണ്ടായിരുന്നില്ല. ലൈസ ലഹും ഇമാമുൻ, അവർക്ക് ഇമാമില്ല. യുകബ്ബിറൂൻ,
അവർ തക്ബീർ ചൊല്ലും. 4 തക്ബീറാണല്ലോ മയ്യിത്ത് നിസ്കാരത്തിലുള്ളത്. അപ്പൊ യഖൂലൂൻ, ആ തക്ബീറുകൾക്കിടയിൽ നമുക്കൊക്കെ ചെല്ലാനുണ്ടല്ലോ മയ്യിത്ത് നിസ്കാരത്തിന്റെ തക്ബീറിന്റെ ഇടയിൽ. 1-ാം തക്ബീർ കഴിഞ്ഞാൽ ഫാത്തിഹ, 2-ാം തക്ബീർ കഴിഞ്ഞാൽ സ്വലാത്ത്, 3-ാം തക്ബീർ കഴിഞ്ഞാൽ മയ്യിത്തിന് വേണ്ടിയുള്ള ദുആ, 4-ാം തക്ബീറിന്റെ ശേഷം പ്രത്യേകിച്ചൊന്നും ചൊല്ലൽ നിർബന്ധമില്ലെങ്കിലും ചില ദുആ സുന്നത്തുണ്ട്. ഇങ്ങനെയാണല്ലോ ഇത് പോകുന്നത്. എന്നാൽ ഇവിടെ അവർ തക്ബീറിന്റെ ശേഷം ചൊല്ലുന്നത് നമ്മൾ സാധാരണ മയ്യത്തിന് വേണ്ടിയുള്ള ദുആ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വഅഫിഹി, പടച്ചോനെ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണം, മയ്യത്തിന് നീ റഹ്മത്ത് ചെയ്തു കൊടുക്കണം, മയ്യത്തിന് നീ ആഫിയത്ത് കൊടുക്കണം, ഇവിടുത്തെക്കാളും ഖൈറായത് അവിടെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അർത്ഥം വരുന്ന ദുആയാണ് നമ്മൾ ദ്വാരക്കാറുള്ളത്. നബിയുടെ മയ്യിത്തക്കാര്യത്തിൽ അങ്ങനെ ദുആയായിരുന്നില്ല. അതിലും മാറ്റം, ദുആയിലും വ്യത്യാസം. അവർ പറഞ്ഞു അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, നമ്മൾ അത്തഹിയ്യാത്തിൽ ചെയ്യുന്നില്ല. അതുപോലെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, ഓ നബിയെ അങ്ങയുടെ മേലിൽ അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുമ്മ ഇന്നാ നഷ്ഹദ്, പടച്ചോനെ ഞങ്ങൾ ഇതാ സാക്ഷി പറയുന്നു, കിടക്കുന്ന ഹബീബായ മുത്തുനബി തങ്ങൾ നീ ഏൽപ്പിച്ചതുപോലെ അവിടുത്തെ ഉത്തരവാദിത്വം പൂർണ്ണമായി നിർവഹിച്ചിരിക്കുന്നു, നീ ഏൽപ്പിച്ചതുപോലെ ദീനി പ്രബോധനം ചെയ്തിരിക്കുന്നു, നീ ഏൽപ്പിച്ചതുപോലെ നിന്റെ ദീനിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തിരിക്കുന്നു, നീ ഏൽപ്പിച്ചതുപോലെ നിന്റെ ദീനിലായി ജീവിച്ച് നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തിട്ടാണ് നിന്നിലേക്ക് വരുന്നത് പടച്ചോനെ എന്ന് പറഞ്ഞുള്ള ആ അർത്ഥം വരുന്ന പ്രാർത്ഥനയാണ് സ്വഹാബത്ത് നിർവഹിച്ചിട്ടുള്ളത്. അപ്പൊ മയ്യിത്തുകാരൻ ജമാഅത്തായി നടന്നിട്ടില്ല, ഓരോരുത്തർ കൂട്ടമായിട്ട് വരികയാണ്. പിന്നെ ദിവസങ്ങളോളം ഒരു 3 ദിവസം വെച്ച് നിന്നിട്ടാണ് പിന്നെ മറവ് ചെയ്തത്. എന്താ കാരണം? അത്രയും ആളുകൾ മയ്യിത്ത് നിസ്കരിക്കാനാണ്. പിന്നെ നബിയുടെ, നമുക്കിപ്പോ മയ്യിത്തുകാരൻ നേരം വൈകി പോയാൽ മയ്യിത്ത് കബറടക്കാൻ വേണ്ടി പള്ളിക്കാട്ടിലേക്ക് എടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യാകുലപ്പെടാനൊന്നുമില്ല. നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. അതുപോലെ ആ മറമാടലൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ കബറിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ മയ്യിത്തിന് വെച്ച് നിസ്കരിക്കുന്നത് പോലെ ആ കബറിന്റെ അടുത്ത് പോയിട്ട് നിസ്കരിക്കാം. ഇത് തിരക്കുകളുമില്ല. പിന്നെ അത് ശ്രദ്ധിക്കേണ്ട എന്താ, അവിടെ പഴയ കബർ മാന്തിയിട്ട മണ്ണാണെങ്കിൽ ആ മണ്ണ് വൃത്തി ഉണ്ടാവില്ല, ശുദ്ധി ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ചെരുപ്പ് അഴിച്ചിട്ടിട്ട് അതിന്റെ മോള് നിന്നിട്ട് നിസ്കരിക്കുക. അല്ലെങ്കിലും നല്ലത് അങ്ങനെ തന്നെയാണ്. പള്ളിക്കാട്ടിലോ അവിടെ ഇവിടെയൊക്കെ നിസ്കരിക്കുമ്പോൾ ചെരുപ്പ് ഇട്ടുകൊണ്ട് നിസ്കരിക്കുന്നതിന് പകരം ചെരുപ്പിന്റെ മുകളിൽ കയറി ചെരുപ്പടിയിൽ എന്നിട്ട് നിസ്കരിക്കുക. അപ്പൊ അങ്ങനെ അവർ പുറത്തു പോയിട്ട് നിസ്കരിക്കാൻ പറ്റും. അതിലും ആ നിയമത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യത്യസ്തനാണ്. നബി തങ്ങളുടെ ഖബറിന്റെ സമീപത്ത് പോയിട്ട് നിസ്കരിക്കലില്ല. അതുകൊണ്ട് മയ്യത്ത് മറയടക്കപ്പെടുന്നതിന് മുന്നേ വന്ന് നിസ്കരിച്ച് പോകാമെന്നല്ലാതെ ഖബറിൽ മറമാടിയാൽ നിസ്കരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നിസ്കരിച്ച് ലക്ഷക്കണക്കായ സഹാബത്തില്ലേ അവർ സംഘമായിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് കയറി വരുന്നു. സഫായിട്ട് വന്നിട്ട് നിൽക്കുന്നു. ഓരോരുത്തർ അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലി തിരുനബിയുടെ മേലുള്ള ജനാസ നിസ്കരിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട ദൂതരെ എന്ത് ചെയ്തിട്ടുള്ളത്, മറയടക്കിയിട്ടുള്ളത്. അപ്പൊ അവിടുത്തെ ജനാസ നിസ്കാരവും സാധാരണ പോലെ ആയിരുന്നില്ല, അതിലും ചില വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ലോകത്തോട് 63 വർഷക്കാലം വളരെ വ്യത്യസ്തമായ ജീവിതം, ശൈശവകാലത്തും യൗവനകാലത്തും അവിടുത്തെ വാർദ്ധക്യ സമയങ്ങളിലും എല്ലാം വ്യത്യസ്തമായ ജീവിതം നയിക്കുകയും ഒരാൾക്ക് പോലും ജീവിതത്തിൽ, അവിടുത്തെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കറുത്ത പുള്ളി കാണിക്കാൻ പറ്റാത്ത വിധം തീർത്തും സംശുദ്ധമായ ജീവിതം നയിച്ച് ലോകത്തൊട്ടാകെ മാതൃക സൃഷ്ടിച്ച് ലോകത്തോട് വിട പറഞ്ഞു. ഇന്ന് നൂറ്റാണ്ടുകൾ 15 ആയി ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നു, ലോകതലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ആ പ്രവാചകർ പ്രബോധനം ചെയ്ത ആശയങ്ങളും അവിടുത്തെ സന്ദേശങ്ങളും ഒക്കെയാണ്. അതാണ് ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നത്. ലോകത്തും രാജ്യത്തുമെല്ലാം സമാധാനപൂർണമായ മനുഷ്യ ജീവിതം സാധിക്കണമെങ്കിൽ ആ തിരുദൂതർ പ്രസ്താവിച്ച സന്ദേശങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് കഴിയുന്നത് എന്ന് നമുക്ക് ചരിത്രം വായിക്കുന്ന ആർക്കും മനസ്സിലാകും. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ആ നബിയുടെ ഉമ്മത്താവാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ആളുകളാണ് നമ്മൾ. ആ ഭാഗ്യത്തെ നമ്മൾ കളഞ്ഞു കുടിക്കാതെ പരമാവധി ഈമാനും തഖ്വയും വർദ്ധിപ്പിച്ച് ഇസ്ലാമികമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ നന്നാക്കി മുന്നോട്ട് പോകണം. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതം അല്ലാഹു തആല നന്നാക്കി തരട്ടെ. മരണവും അല്ലാഹു തആല നന്നാക്കി തരട്ടെ. മരണാനന്തരം നമ്മെ എല്ലാവരെയും അല്ലാഹു സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കട്ടെ. ദുനിയാവും ആഖിറവും ഇസ്സത്താക്കി വിജയിപ്പിച്ചു തരട്ടെ. വആഖിറു ദഅ്വാനാ
അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.